ശ്രീ BN ഹസ്കർ, സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാനുള്ള ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ചെമ്പ് പാളികൾ സ്വർണം പൂശുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുക എന്നുള്ളത്. ഉത്തരവ് ഇറക്കിയിരിക്കുന്ന തീയതി 5/7/2019. താങ്കൾക്കും താങ്കളുടെ കയ്യിലും അത് എത്തിക്കാണും. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ, ഒരു നീക്കവും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ചെമ്പുപാളികൾ സ്വർണം പൂശുന്നതിനായി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിലേക്ക് എത്തിക്കുന്നതിനായിട്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1998 തന്നെ വിജയ് മല്യയ്ക്ക് വേണ്ടി അന്നത്തെ അമാൽഗമേഷൻ വിദഗ്ധനായ സെന്തിൽ നാഥൻ അത് പരിശോധിച്ച് മുഴുവൻ സ്വർണമാണ് എന്ന് വിലയിരുത്തി അത് കമ്പനിക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം നമ്മുടെ അതിഥിയായി ചേരുന്നുമുണ്ട്. അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്, അത് ചെമ്പ് പാളികളല്ല, സ്വർണ്ണപ്പാളികൾ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ പിന്നെ എവിടെയാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്? കൃത്യമായ ഒരു ഗൂഢാലോചന നടത്തി 1998 സ്വർണ്ണപ്പാളികൾ എങ്ങനെ ചെമ്പുപാളിയായി? അതിനുശേഷം ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എങ്ങനെ എത്തുന്നു? അത് ഏകദേശം 1 മാസത്തോളം പ്രദർശന വസ്തുവായി ഇങ്ങനെ വീടുകൾ തോടും കയറി ഇറങ്ങിയതിന് ശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം തിരികെ പിടിക്കുന്നതിനായി നോക്കുമ്പോൾ 4 കിലോയോളം സ്വർണം കുറഞ്ഞിരിക്കുന്നതായുള്ള കണക്കുകളും വരുന്നുണ്ട്. എവിടെയാണ് ഈ അവ്യക്തത, ആശയക്കുഴപ്പം? ആർക്കാണ് ഈ ആശയക്കുഴപ്പം വന്നിരിക്കുന്നത്? രോഹിണി, ഇത് ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട വസ്തുതയാണ്. 1998 വിജയ് മല്യ നൽകിയിട്ടുള്ള സ്വർണം ഉപയോഗിച്ചിട്ടാണ് ശബരിമലയിൽ ഈ ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. വിജയ് മല്യ ആരാണെന്ന് നമുക്കറിയാം. വിജയ് മല്യ നൽകിയത് സ്വർണമാണോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ സംശയം തോന്നുന്ന കാര്യം. കാര്യം ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് മറ്റൊരു രാജ്യത്ത് പോയി സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ വിശ്വാസത്തിന്റെ പേരിൽ ഇവിടെ ഇങ്ങനെ സ്വർണം കൊടുത്തു എന്നൊക്കെ വിശ്വസിക്കുക എന്നുള്ളത് ഈ വർത്തമാന കാലത്തിരുന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത അതിശയോക്തിയുണ്ട്. ഒന്നത്. 1999 മുതലുള്ള കാലഘട്ടത്തിൽ ഉള്ള അന്വേഷണമാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മുന്നിൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണവും മേൽനോട്ടവും ഉണ്ടാവും എന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ്. നിശ്ചയമായും അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് ഇത് വഴി തുറക്കട്ടെ എന്നുള്ളതാണ്. അന്വേഷണം തുടങ്ങേണ്ടത് 99 കാലയളവ് മുതലാണ്. ഇതിനുശേഷം നാം മനസ്സിലാക്കുന്നത്, ഇന്ന് പുറത്തു വന്ന വിവരങ്ങളിൽ അടക്കം നിന്ന് നാം തിരിച്ചറിയേണ്ടത് നിശ്ചയമായും 99 അത് സ്വർണ്ണപ്പാളികൾ ആയിരുന്നു എന്ന് തന്നെയാണ്. പരമ്പരാഗതിയിൽ ക്ഷേത്രത്തിലെ ഈ ദ്വാരപാലക ശില്പങ്ങളെ സംബന്ധിച്ച്, അതുപോലെ ക്ഷേത്രത്തിൽ സ്വർണം പൂശുന്നതെ സംബന്ധിച്ച് പരമ്പരാഗത രീതിയിൽ അനുവർത്തിച്ചു വന്നിട്ടുള്ള ഒരു രീതിയാണ് നിശ്ചയമായും അന്ന് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത്. അപ്പൊ അതായത് സ്വർണം മാത്രം പൂശിക്കൊണ്ടുള്ള ഒരു പാളി നിർമ്മിച്ചാണ് ഈ ദ്വാരപാലകരെ സംരക്ഷിച്ചിരുന്നത്. അതിനുവേണ്ടി ഉപയോഗിച്ചത് എന്ന് ഇന്ന് പുറത്തു വന്ന വാർത്തകൾ എന്ന് മനസ്സിലാക്കുന്നത് 49 പവൻ സ്വർണമാണ്, 397 ഗ്രാം സ്വർണമാണ് അതിന് ഉപയോഗിച്ചത് എന്നാണ് ശില്പികളടക്കം ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4.5 കിലോഗ്രാം സ്വർണം മോഷണം പോയി, നഷ്ടം വന്നു എന്നതൊക്കെ ഇപ്പോ ആവിയായിരിക്കുകയാണ്. അപ്പൊ കൃത്യമായി ഇക്കാര്യത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണം വരണം. മാത്രമല്ല, ഇതിൽ വളരെ വിചിത്രവും കൗതുകകരവുമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇതിന് ശേഷം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 2019 ദേവസ്വം ബോർഡിന്റെ ഉത്തരവനുസരിച്ച് ഈ സ്വർണ്ണപ്പാളി മാറ്റി, അല്ലെങ്കിൽ ഇപ്പോ പറയുന്ന ഉത്തരവിൽ പറയുന്ന ചെമ്പുപാളി വീണ്ടും പുനർനിർമ്മിച്ച് ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവിറക്കുന്നതാണ്. നമുക്കറിയാം, ഈ ദ്വാരപാലക ശില്പങ്ങൾ എന്ന് പറയുന്നത് ഈ എല്ലാ ക്ഷേത്രങ്ങളിലും ദ്വാരപാലകരുണ്ട്. അയ്യപ്പ സന്നിധിയിലെ ദ്വാരപാലകൻ എന്ന് പറയുന്നത് ദേവന്റെ മാത്രം, അയ്യപ്പന്റെ മാത്രമുള്ള ഒരു സംരക്ഷകൻ അല്ല, മറിച്ച് ഈ കോടാനുകൂടി വരുന്ന ഭക്തജനങ്ങൾ ശബരിമല ക്ഷേത്രത്തിൽ വരും, അവരുടെ കൂടി സംരക്ഷകനാണ് ഈ ദ്വാരപാലകൻ എന്ന് പറയുന്നത്. അപ്പൊ വല്ലാത്ത ഒരു ഭക്തിയും വിശ്വാസവും അഭിനിവേശവും ഒക്കെ തന്നെ ഈ ദ്വാരപാലകരോട് സമ്പന്നരായ വ്യവസായികൾക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലുള്ള ഒരു തട്ടിപ്പുകാരൻ, ഇപ്പോ അദ്ദേഹത്തെ കുറിച്ച് വരുന്ന വാർത്തകൾ മുഴുവൻ തട്ടിപ്പിന്റെ കഥകൾ മാത്രമാണ്. അപ്പൊ ഇദ്ദേഹത്തെ പോലൊരു തട്ടിപ്പുകാരൻ നിശ്ചയമായും ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി വലിയ വ്യവസായികൾക്ക് മുന്നിലും അതുപോലെ തന്നെ വലിയ സമ്പന്നർക്കും സിനിമാ നടന്മാർക്കും ഒക്കെ മുമ്പിൽ കൊണ്ടുപോയി പൂജിക്കുന്നതായി ഭവിച്ച് വലിയ തോതിൽ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. ആ തട്ടിപ്പിൽ ഒരുപക്ഷെ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ഒക്കെ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്.
ആ സംശയം അടക്കം അന്വേഷിക്കണമെന്നാണ് ഇന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞിട്ടുള്ളത്. ബി എൻ ഹസൻ, അതിൽ ഒരു താങ്കൾ സംശയം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തട്ടിപ്പുകാരനാണ് എന്ന് വ്യക്തമാക്കുന്നു. ഒരു പക്ഷേ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നാണ് താങ്കൾ സംശയം പ്രകടിപ്പിക്കുന്നത്. ഒരു പക്ഷേ അല്ല, അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഉത്തരവ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. അതാണല്ലോ 2019 വ്യക്തമാകുന്നത്. ആ ചെമ്പ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകണമെന്നുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോകളൊക്കെ, ചിത്രങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതുമാണ്. അപ്പോൾ ഒരു തട്ടിപ്പ് വീരൻ, അതും എങ്ങനെയാണ് അദ്ദേഹം ശബരിമലയിൽ തുടക്കത്തിൽ എത്തിയതെന്നും അതിനുശേഷമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വളർച്ചയും ഒക്കെ നമുക്ക് ഇപ്പോൾ അറിയാവുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വളരണമെങ്കിൽ, അവസാന നിമിഷം വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കണമെങ്കിൽ ഇതിന്റെ പങ്കു പറ്റിയവർ ആരൊക്കെ എന്നുള്ളൊരു ചോദ്യം കൂടി വരികയല്ലേ? അല്ല രോഹിണി, അങ്ങ് ചോദിച്ച വളരെ കാതലായ ചോദ്യമാണ്. നിശ്ചയമായും ഇതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിലും അവരൊക്കെ തന്നെ ഇതിന്റെ പിന്നിൽ പിടിക്കപ്പെടണമെന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും അതുപോലെ CPM-ന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ ആഗ്രഹം. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ പരമപ്രധാനമായിട്ടുള്ള ചോദ്യം, ഈ ശബരിമല ക്ഷേത്രത്തിൽ 2019 കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി ഇപ്പൊ എവിടെയെന്നുള്ള 49 പവൻ സ്വർണം മാത്രമേ അന്ന് അതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. മാത്രമല്ല, ഇപ്പൊ പുതിയ പ്രോസസ്സിലാണ് നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നതും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാണ് മനസ്സിലായത്. ഇലക്ട്രോളിസിസ് ആണ് ആ പ്രോസസ്സിങ്ങിലൂടെ മെറ്റലിലേക്ക് ചെയ്യുന്നത്. ഒരിക്കലും പഴയ ചെമ്പിലേക്ക് സ്വർണം പൂശിയിരിക്കുന്ന, പറ്റി പിടിച്ചിരിക്കുന്ന ചെമ്പിൽ നിന്ന് സ്വർണം മാറ്റി കഴിഞ്ഞാൽ ആ ചെമ്പ് വീണ്ടും ഉപയോഗിക്കാനാവില്ല. പകരം പുതിയ ചെമ്പ് തകിട് ഉണ്ടാക്കി അതിൽ ശില്പം നിർമ്മിച്ച് ആ ശില്പത്തിലാണ് ഇപ്പോൾ ഇലക്ട്രോളിസിസ് പ്രോസസ്സിലൂടെ ഗോൾഡ് പറ്റിപ്പിടിച്ച് ചെയ്യിക്കുക എന്നുള്ളതാണ് സ്മാർട്ട് ക്രിയേഷൻസ് അടക്കം ഇന്ന് വന്ന വെളിപ്പെടുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കേരളീയ പൊതുമണ്ഡലത്തിൽ ഇങ്ങനെ പ്രശസ്തനും കുപ്രസിദ്ധനുമായത് എന്നുള്ളത് നാം ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം ഇത്തരം ഒരു വിവാദത്തിന് തിരികൊളുത്തുന്നത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അദ്ദേഹത്തിന് അറിയാം ഈ പീഠങ്ങൾ എവിടെ ഉണ്ടെന്നും അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അറിയാമായിരുന്നിട്ടും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മഹത്വത്തെ കരിവാരി തേക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രവർത്തിച്ച വ്യക്തി സ്വയം പൊതുമധ്യത്തിൽ റോഡ് വക്കിൽ ഇങ്ങനെ തുണിയുരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പൊ നിൽക്കുകയാണ്. അപ്പോ അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് നാളെ അദ്ദേഹം വിജിലൻസിന് മുന്നിൽ വരും. ഈ കേസ് വിജിലൻസും അന്വേഷിച്ചുകൊണ്ട് തീരും എന്ന് കരുതുന്ന ഒരാളുമല്ല ഞാൻ. ഇപ്പോ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നതായി മനസ്സിലാക്കുന്നത് ഇത് സംസ്ഥാന ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൽ വളരെ വ്യാപകമായിട്ടുള്ളൊരു ഗൂഢാലോചനയുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഖ്യാതി നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഗൂഢാലോചന അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണെന്നുള്ളതും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് പുറത്തു കൊണ്ടുവരാനാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, അയ്യപ്പ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ക്ഷേത്രം, പരിപാവനവും ഇന്ന് കരുതുന്ന ഏറ്റവും വലിയ ക്ഷേത്രത്തിന്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തുന്നതിനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള തട്ടിപ്പുകാരൻ നടത്തിയിട്ടുള്ള നാടകങ്ങളെ. അപ്പൊ ആ നാടകങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ അന്വേഷിച്ച് കണ്ടെത്തും. അതിനാവശ്യമായിട്ടുള്ള ഹർജികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ തിങ്കളാഴ്ച തന്നെ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി.